ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിന്തകൾ പോകുന്നത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫെമിലിയർ ആയിട്ടുള്ള പാസ്റ്റിനെ കുറിച്ചായിരിക്കും. അതായത് നമ്മുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പാസ്റ്റിലെ മിസ്റ്റേക്കുകൾ, റിഗ്രറ്റ്, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കെല്ലാം ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അതായത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ടും നമ്മുടെ പാസ്റ്റിലെ പെർഫോമൻസും അല്ലെങ്കിൽ പാസ്റ്റിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ചെറിയ പ്രഡിക്ഷൻ ഉണ്ടാവും. അതായത് ഇന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയായിരിക്കും വരുമാനം ഉണ്ടാവാൻ സാധ്യത, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവാനായിരിക്കാം സാധ്യതയുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രഡിക്ഷൻ ഇത്തിരി നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതേക്കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് വന്നിട്ട് ടെൻഷൻ, ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തിനെയോ ഭയക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധത്തിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന തോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഫെമിലിയർ പാസ്റ്റും അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ഇടയ്ക്കുള്ള ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻ്റ് ആണ് ആക്ച്വലി അതിന് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത് ജനറസ് പ്രസൻറ്റ് മൊമെൻ്റ് എന്നാണ് പറയുക. അതായത് ഈ ജനറസ് ആയിട്ടുള്ള ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. പാസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിന്നും നമുക്ക് നമ്മളെ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ നമുക്ക് സാധിച്ചാൽ, അതായത് ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് ഈ ഒരു ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ തീരുമാനമെടുക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചറിനാണെങ്കിലും നമ്മുടെ പിന്നെ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ഐഡൻറ്റിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് എവിടെയാണോ നമ്മുടെ അറ്റൻഷൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ എനർജി പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയവും നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെമിലിയർ പാസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചറിലോ ആണ് എന്നുണ്ടെങ്കിൽ, അത് രണ്ടും അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതും അതേ ഇമോഷൻസ് ആവാനാണ് കൂടുതൽ സാധ്യത. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൂപ്പിലൂടെ കടന്ന് പോയിട്ടും ഉണ്ടാവാം. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ബ്രെയിനിന് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇഷ്ടം. നമ്മുടെ പാസ്റ്റ് എത്ര മോശമാണെങ്കിലും നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ആ പാസ്റ്റിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അതിൻ്റെ വിഷമത്തിലിരിക്കാനും അതിനെ വിക്ടിമൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മുടെ ലൈഫ് നമുക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫിഫ്ത്ത് ഡയമെൻഷനെക്കുറിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ടൈം സ്പേസ് എന്ന് പറയുന്നത്. ഈ ടൈം സ്പേസിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവിടെ മെറ്റീരിയൽസ് ഇല്ല, മാറ്റർ ഇല്ല. അവിടെ എന്ന് പറയുന്നത് എല്ലാം എനർജിയും വേവ്സും ഒക്കെയാണ്. മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഷിഫിൽ ഒരു ഡിഫൻഡർ കാർ വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഷിഫിലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് ഒരു ടൊയോട്ട കൊറോളയാണ്. ഈ ടൊയോട്ട കൊറോളയിൽ നിന്നും ഡിഫൻഡർ കാറിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ ഈ ടൊയോട്ട കൊറോള യൂസ് ചെയ്യുമ്പോൾ ഷിഫിലിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ ഇന്നയാളാണ്, ഞാൻ കുറേ കാലമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഐഡൻറ്റിറ്റി. തീർച്ചയായിട്ടും ഒരു ഡിഫൻഡറിലേക്ക് മാറുമ്പോഴത്തേക്കും ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് മാറും. ആ ഡിഫൻഡറിൻ്റെ ഒരു ഓണർ ആകുമ്പം നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി മാറുന്നു, നമ്മളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറുന്നതും ഒക്കെ നമ്മൾ തിരിച്ചറിയും. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്നത്, ശരിയല്ലേ? അതായത് ഇപ്പോൾ കൊറോളയാണെങ്കിലും ഡിഫൻഡർ ആണെങ്കിലും നമ്മൾ ആ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ കണ്ണടയ്ക്കുകയും നമ്മളുടെ എല്ലാ സെൻസിനെയും നമ്മൾ വിഡ്രോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ കൊറോളയെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ല, ഡിഫൻഡറിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും നമുക്കുണ്ടാവുക. അതായത് നമുക്ക് കൊറോളയാണെങ്കിലും ഡിഫൻഡർ ആണെങ്കിലും നമ്മുടെ സെൻസസിനെ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അൺപ്ലഗ് ചെയ്തിട്ട് നമ്മളൊരു സെൻസും ഇല്ലാതെ അതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പക്ഷേ മെറ്റീരിയൽ വേൾഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൊറോള എന്ന് പറയുന്നത് ഒരു കൊറോളയുമാണ്,
ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ഡിഫൻഡറുമാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വേൾഡിൽ ഇതെല്ലാം വേണം, അല്ലെന്നുള്ള നമുക്ക് ഫുൾ ടൈം നമ്മളെന്താണ് ഒരു ക്വാണ്ടം വേൾഡിലാണ് നമ്മളിങ്ങനെ ഫുൾ അതിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. ആക്ച്വലി അങ്ങനെ മെറ്റീരിയൽ വേൾഡിനെ നമ്മൾ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. പക്ഷേ എന്നാൽ മെറ്റീരിയൽ വേൾഡിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു തെറ്റുമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് ശേഷം ഒരു ചെറിയൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. എങ്ങനെയാണ് നമുക്കതിനെ വിഡ്രോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ എല്ലാ സെൻസസിനെയും നമ്മളിപ്പോൾ ഡെയിലി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇന്നത്തെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ പെട്ടെന്ന് ഒരു 2 മുതൽ 7 മിനിറ്റ് വരെ എടുത്തിട്ട് നമ്മളൊന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ എല്ലാ സെൻസസിനെയും നമ്മളൊന്ന് വിഡ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെല്ലാം ഒന്ന് അൺപ്ലഗ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെല്ലാം ഈ എക്സ്റ്റേണൽ വേൾഡുമായിട്ടൊന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇൻറ്റേർണൽ വേൾഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒരു വോയിഡ് ആയിരിക്കും, ഒരു ശൂന്യത എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അവിടെ ഞാൻ ആരാണെന്നും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യണമെന്നും, അല്ലെങ്കിൽ എനിക്ക് നാളെ ഇന്ന ജോലി തീർക്കണമെന്നും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കണമെന്നും, അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുക്കാനുണ്ടെന്നും, കറണ്ട് ബില്ല് അടയ്ക്കണമെന്നും, അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് പോസ്റ്റ് ചെയ്യണമെന്നും, ഇതൊന്നും നമുക്ക് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സെൻസസിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും നമ്മുടെ ഇൻറ്റേർണൽ വേൾഡ് ഇതൊന്നും നമുക്കൊരു മാറ്ററേ അല്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയില്ല. നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഐഡൻറ്റിറ്റി, അതായത് നമ്മൾ ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്നും നമ്മൾ സംബഡി ടു നോബഡി, അതായത് നമ്മൾ ആരെങ്കിലുമൊക്കെയാണ്, ഞാൻ മനുവാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്നും ഞാനവിടെ നോബഡി, അതായത് അവിടെ എനിക്ക് അറിയില്ല, കാരണം ഞാൻ എന്നെ കാണുന്നത് എന്താണ് പാർട്ടിക്കിൾസ് വേവ്സ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാനവിടെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സെൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വേൾഡിനെ മൊത്തം നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് കണികകളായിട്ടായിരിക്കും. അപ്പോൾ ഈ കണികകളുടെ ഒരു സാധ്യതാ ലോകമെന്നാണ് ഈ ഒരു ഫീൽഡിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ടൈം സ്പേസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഷിഫിലിന് ഒരു കൊറോളയുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നും ഡിഫൻഡറിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ഈ ക്വാണ്ടം ഫീൽഡിൽ നിന്ന് 5th ഡയമെൻഷനിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 2 സെക്കൻഡ് മതി, അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ ഒരു 2 മിനിറ്റ്സ് മതി, അല്ലെങ്കിൽ അതൊരു 3 മിനിറ്റ്സ് മതി. അതായത് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന കൊറോളയുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നും നമ്മളൊരു ഡിഫൻഡറിൻ്റെ ഓൾറെഡി കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ഒരു 2-3 മിനിറ്റ് മതി. ശരിക്കും പറഞ്ഞാൽ ഒറ്റ സ്വിച്ച് ഇട്ട് പോലെ നമുക്ക് മാറാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം ആ ഒരു സമയം മതി. അപ്പോൾ അതായത് നമ്മളവിടെ ടൈമിനെ കൊളാപ്സ് ചെയ്യുകയാണ്. ഞാനീ പറഞ്ഞത് ഈ ഒരു 2 to 3 മിനിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു പ്രാക്ടിക്കൽ സെൻസിലാണ്. പക്ഷേ നമ്മളതിനെ ഒരു തിയറിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ടൈമിനെ നമുക്ക് കൊളാപ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അതായത് നമുക്ക് എക്സ്റ്റേണലി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ കോൺഷ്യസ് ലെവലിൽ ഇപ്പോഴത്തെ എന്ത് ചുറ്റുപാടുകൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൊറോളയുടെ ബോധതലത്തിൽ നിന്നും നമ്മൾ ഒരു ഡിഫൻഡറിൻ്റെ ബോധതലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ആ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഒബ്സർവറായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ തോട്ടിൽ നിന്നും പോകാൻ സാധ്യതയുള്ള ഒരു ഇമോഷണൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് കൊറോളയുടെ അല്ല, ഒരു ഡിഫൻഡറിൻ്റെ ആവാനാണ് സാധ്യത കൂടുതൽ. സാധ്യതകളുടെ കണികാലോകത്ത് ഇതിനുള്ള സാധ്യത നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു സയൻറ്റിഫിക് ബാക്കപ്പ് ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ ഈ ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാജിക്കലായിട്ട് നമ്മളിലേക്ക് അതിനുള്ള ആ ഒരു പോസിബിലിറ്റി വരും എന്ന് മാത്രമല്ല, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ പോസിബിലിറ്റിയുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഒരു സെപ്പറേഷനിലാണ്, ആദ്യം 3rd ഡയമെൻഷനിൽ നമ്മൾ ജീവിക്കുന്നത് സെപ്പറേഷനിലാണ്. അതായത് ആ ഡിഫൻഡർ നമ്മുടെ സ്വന്തമാക്കുന്നത് വരെ നമ്മളൊരു സെപ്പറേഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ 5th ഡയമെൻഷനിൽ നമ്മൾ ഒരു വൺനെസ്സിലാണ്, അതായത് ഒരു കണക്റ്റഡ്നെസ്സിലാണുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി ആ
കൊറോളയുടെ ഒരു ഓണറായി മാറിയ രീതിയിലാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഈ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ലാക്ക് അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. നമുക്കെപ്പോഴും അതുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡുമായിരിക്കും എപ്പോഴും നമ്മുടെ ഒരു ഡോമിനൻ്റ് തോട്ട് അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് എനർജി എന്ന് പറയുന്നത്. ഈ സിഗ്നേച്ചർ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ യൂണിവേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ഇമോഷണൽ സിഗ്നേച്ചർ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഷ മാറും, നമ്മുടെ തോട്ട് മാറും. നമ്മൾ ചിലപ്പോൾ കൊറോളയുടെ കോൺഷ്യസ്നെസ്സിൽ ഇരുന്ന ചിന്തയായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ ഒരു ഡിഫൻഡറിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു തോട്ട് മാറും, നമ്മളുണ്ടാകുന്ന ഇൻസ്പയർഡ് ആക്ഷൻ മാറും. അതോടൊപ്പം തന്നെ ഈ ഫിഫ്ത്ത് ഡയമെൻഷനിൽ നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ അനുകൂലമായി വരും, അല്ലെങ്കിൽ അത് കൊളാപ്സ് ചെയ്ത് നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ വരും എന്നാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ പഠിപ്പിക്കുന്നത്. അത് പലപ്പോഴും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അത്ര എളുപ്പമല്ല. കാരണം ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ സെൻസിനെ വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു സ്കില്ലെന്ന് പറയുന്നതാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല്. എന്നാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഒരു സ്വഭാവമായി മാറുകയും ചെറിയത് മുതൽ വലിയ ഇത് വരെയുള്ള പല കാര്യങ്ങളിൽ നിന്നും നമുക്കിതിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ലൈഫ് സ്കില്ലായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലൈഫിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ ചലഞ്ചസ് നമുക്ക് ഒരു ദിവസം ഫോക്കസ് ചെയ്യാൻ പറ്റിയാലും നമുക്കൊരു 4 മുതൽ 7 മിനിറ്റ് വരെ നമ്മൾ ഈ ഒരു നമ്മളെ സെൻസസിനെ ഒന്ന് വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്കില്ല് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% തോട്ടെന്ന് പറയുന്നത് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ബോധത്തിലായിരിക്കും നമ്മൾ കൂടുതൽ സമയവും ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇല്ലായ്മയിൽ ജീവിക്കുന്നതിന് പകരം നമ്മളിവിടെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിലെന്താണ് ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്ന് പറയാമോ? അതിനകത്ത് എക്സ്പെർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏത് മൊമെൻറ്റിലും നമുക്ക് സ്വിച്ച് ഇട്ട പോലെ തന്നെ ടൈം സ്പേസിലേക്ക് അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്, അല്ലെങ്കിൽ വലുതും ചെറുതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മളിങ്ങനെ തല പുകയ്ക്കുന്നതിന് പകരം പ്രാക്ടിക്കലി പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന ആ ഒരു വോയിഡിലേക്ക് നമ്മളൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വോയിഡിൽ ഇരുന്നിട്ട് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കാണുന്നത്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും, ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. അതായത് എന്ത് പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ സോൾവ് ചെയ്ത് അവസ്ഥ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനൊരു ഇമോഷൻ ഉണ്ടാവും അല്ലേ? എന്തൊരു പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ചലഞ്ച് ഉണ്ടാവും, അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഇമോഷനിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുവരിക. നമ്മൾ ഈ വോയിഡ് എന്ന് പറയുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റോ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റീചാർജ് ചെയ്യും. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി ചിന്തിക്കുന്നത് ആ പ്രശ്നം ഓൾറെഡി സോൾവ് ചെയ്തതുപോലെയാണ്. അപ്പോൾ ആ സോൾവ് ചെയ്തെടുത്തു നിന്നാണ് നമ്മൾ വീണ്ടും ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ